മലയാളം ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് എവിക്ഷൻ നടന്നിരിക്കുകയാണ്. എല്ലാ തവണയും വീക്കെൻഡ് എപ്പിസോഡിൻ്റെ അവസാനമായിരിക്കും എവിക്ഷൻ നടത്തുന്നത്. എന്നാൽ ഇന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ എവിക്ഷനോട് കൂടിയാണ്. മലയാളം ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് വീക്കിലെ എലിമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത് 8 പേരെയായിരുന്നു. ജിസേൽ, ആര്യൻ, രഞ്ജിത്ത്, ശാരിക KB, ശൈത്യ, അനുമോൾ, രേണു സുധി, നെവിൻ ഇവർ 8 പേരുമായിരുന്നു എലിമിനേഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇതിൽ നിന്ന് ഫസ്റ്റ് തന്നെ രഞ്ജിത്തിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എലിമിനേഷൻ ആയിരുന്നു. കാരണം ആദ്യം തന്നെ മോഹൻലാൽ രഞ്ജിത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് വിചാരിക്കുന്നത്, പ്രേക്ഷകർ എന്താണ് വോട്ട് ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ രഞ്ജിത്ത് അതിനെ മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ തന്നെ തുടരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, പ്രേക്ഷകർ എന്നെ വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ രഞ്ജിത്ത് പറയുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം തന്നെ മോഹൻലാൽ പറയുന്നുണ്ട്, രഞ്ജിത്ത് ഔട്ടാണ്, എൻ്റെ അടുത്തേക്ക് വരാമെന്ന്. അപ്പോൾ തന്നെ രഞ്ജിത്ത് മറ്റ് ഫാമിലിയിലെ ഒരംഗങ്ങളോട് പോലും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ സ്റ്റോർ റൂം വഴി പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. പിന്നീട് ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരമാണ് രഞ്ജിത്ത് മറ്റ് കണ്ടസ്റ്റൻസിനോട് യാത്ര പറയുന്നതും പ്രധാന വാതിൽ കൂടെ പുറത്തു വരുന്നതും. എന്നാൽ രഞ്ജിത്ത് പുറത്താകുന്നതല്ലാതെ ലാലേട്ടൻ്റെ ഒപ്പം സ്റ്റേജിൽ വന്ന് നിൽക്കുന്നതോ കണ്ടസ്റ്റൻസിനെ മീറ്റ് ചെയ്യുന്നതായിട്ടോ പിന്നീട് നമ്മളെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടസ്റ്റൻസും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ബിഗ് ബോസിന്റെ പ്രാങ്ക് ആയിരിക്കും, രഞ്ജിത്ത് സേഫ് ആയിരിക്കും, തിരിച്ചു വരുമെന്നൊക്കെയാണ്. എന്നാൽ എപ്പിസോഡിന്റെ അവസാനമാണ് രഞ്ജിത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതും പ്ലാസ്മ TVയിലൂടെ കണ്ടസ്റ്റൻസിനോട് യാത്ര പറയുന്നതുമെല്ലാം. മലയാളം ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് എവിക്ഷൻ എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് എവിക്ഷൻ 100% ശരിയായിട്ടുള്ള ഒരു എവിക്ഷൻ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം പ്രേക്ഷകരായ നമുക്ക് രഞ്ജിത്ത് ഒരു 100%ഉം ഗേം പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഈ വീക്ക് ഒന്നോ അതിലധികമോ വ്യക്തികൾ ഔട്ടാകാം എന്ന് പറഞ്ഞെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് ഔട്ടായിരിക്കുന്നത്. ബാക്കി 18 കണ്ടസ്റ്റൻസിൻ്റെയും പുതിയ ഗെയിമുകളും സ്ട്രാറ്റജികളും എല്ലാം നമുക്ക് നാളെ മുതൽ ലൈവിൽ കാണാം.